ആക്ഷൻ. ഗൈസ് ഫൈനലി എന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ഞാൻ ചെയ്യാൻ പോവാണ് യൂട്യൂബില്. അത്ര ഗൈസ് ഫൈനലി എന്റെ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത്ര ഫ്രഷ് കണ്ടിട്ടൊന്നുമല്ല. ഹൂ നോസ് മീ ബെറ്റർ. എന്നാലും എന്റെ 4 കസിൻസ് കൂടെ നിങ്ങൾക്ക് നോക്കാം കൂടുതൽ അല്ലേ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാൻ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതില് റൂൾസ് ഉണ്ട്. ആരും നേരത്തെ ചാടിക്കറി ആൻസർ പറയരുത്. ആൻസർ അറിയാവുന്ന ആൾക്കാർ കൈവക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് ആരും പിന്നെ ആരും ഫോണിൽ ക്വസ്റ്റ്യൻസ് നോക്കാൻ നിൽക്കരുത്. ഓക്കെ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ സ്റ്റെയർ കേസിൽ നിന്ന് വീണ് തല പൊട്ടിയത് ഏത് ഇവന്റ് നടക്കുമ്പോഴാണ്? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞാൻ S24 എടുത്ത ഡേറ്റ് 24 സെപ്റ്റംബർ. ക്യാൻസൽ ആയിട്ടാ. 23rd സെപ്റ്റംബർ. അടുത്ത ക്വസ്റ്റ്യൻ. കേട്ടില്ല ഗൈസ്. S24 സെപ്റ്റംബർ. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഫസ്റ്റ് സ്കൂൾ. മാർത്തോമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് കൈപോക്കെ ആൻസർ വിളിച്ച് പറയരുത്. മൈ ബർത്ത്ഡേ ഡേറ്റ്. ജൂലൈ 3rd. ഇത് ജൂലൈ 3rd 1999. ഓക്കെ കറക്റ്റ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. മൈ ഫേവറേറ്റ് ഷെയ്ഡ്. മൈ ഫേവറേറ്റ് ഷെയ്ഡ് അതർ ദാൻ മാംഗോ. ചോക്ലേറ്റ് ഷേക്ക്. ഞങ്ങളുടെ വീട്ടിലെ ജാലിക്കുട്ടിയാണ് ഗൈസ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ കറന്റ് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്. ആരാണ് ഫസ്റ്റ്? 18.20K. കറക്റ്റ്. ഒരു പോയിന്റ് ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ PGയിലെ യൂണിഫോമിന്റെ കളർ. 8th ക്വസ്റ്റ്യൻ. ഞാൻ 10th പാസ്സായ വർഷം. 2015. കറക്റ്റ്. ഞാൻ കൈ വെക്കണമെന്നില്ല. ഞാൻ ഇവിടെ കൈ പൊക്കി ഫസ്റ്റ്. ആദ്യമായിട്ട് എനിക്ക് ഷിബുലച്ചന്റെ അടി കിട്ടിയത് എന്തിന്? ഷാരി ഫസ്റ്റ് റിലേഷൻഷിപ്പ് അല്ല. കുറഞ്ഞിട്ട് അല്ല. പോയി ഞാൻ പറയാം. നമ്മളാ അപ്പ മരിച്ചിരിക്കുമ്പോഴുള്ള സംഭവം എന്തിനാണ് കിട്ടിയത്? അത് ഞാൻ പറഞ്ഞാ മതി. ഇവിടെ മറ്റേ ഊഞ്ഞാലിട്ട് ഇതാക്കിയല്ലേ. കാര്യം എനിക്ക് പണിക്ക് വലിയ എനിക്ക് ആ ഒറ്റ പ്രാവശ്യം അടി കിട്ടിയിട്ടുള്ളൂ. അത് അതിനാണ്. ഞാനും ഷാൻസും. അടുത്ത ക്വസ്റ്റ്യൻ. മൈ കറന്റ് ഫേവറേറ്റ് ലേസ് ഫ്ലേവർ.
പച്ച. കുഞ്ഞിട്ട് കുഞ്ഞിട്ടാണ് ഞാൻ കൈ പച്ച കറക്റ്റ് ഞാൻ വഴി പോക്ക. അടുത്ത ക്വസ്റ്റ്യൻ അമ്മ ചേച്ചിക്ക് അറിയാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഞാൻ ഫസ്റ്റ് ത്രെഡ് ചെയ്തത് എന്തിനെ? ഞാൻ പറ. അണ്ണന്റെ എൻഗേജ്മെന്റിന്. കുഞ്ഞുട്ട് അയ്യോ റേഡിയൻസിൽ വെച്ചാണ്. കുഞ്ഞുട്ട് അമ്മ അല്ല ഓപ്പോളുടെ കല്യാണത്തിന്. ഞാനും പിന്നെ കൂടെ പോയി വരണം. പ്ലസ് ടു പഠിക്കുമ്പോ അണ്ണന്റെ കല്യാണത്തിന് ആ. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞ സോറി ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പോയിന്റ് ആയിട്ടുള്ളൂ എനിക്ക്. എനിക്ക് 4 പോയിന്റ്. ചക്ക. ഓക്കെ ഇതെല്ലാവർക്കും കിട്ടുന്നതാണ്. സീറോ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഓക്കെ അല്ല ഒരു പോയിന്റ് തട്ടിയെടുത്തിട്ടുണ്ട്. ചാൻസ് എന്താ ശ്രദ്ധിച്ചിരുന്നോ? ഓപ്പോളുടെ എൻഗേജ്മെന്റിന് ഞാനിട്ട ഡ്രസ്സിന്റെ ഞാൻ കൈവക്കി ഞാൻ പറയും പച്ചയും കറുപ്പും. ഞാൻ ലാസ്റ്റ് ടൈം ഓപ്പോളുടെ വീട് വിസിറ്റ് ചെയ്തത് എന്ന്. ഞാൻ പറയും ഞാൻ ഞാൻ പറയും അന്ന് കൂടെ നാക്ക വന്നത് ഷാൻസിനിട്ട് ഓപ്പോളെ വീടുന്ന ഉദ്ദേശിച്ച ഏത് വീടാണ്? അവിടെ ഷാൻസ് എല്ലാരും കൂടി കൊണ്ടുവന്നാക്കും. അത് കഴിഞ്ഞിട്ട് ഓപ്പോളെ അച്ഛൻ വെച്ചിട്ട് പോയില്ലേ? ഞാൻ പറയുന്നില്ല. അത് കട്ട് ചെയ്തോട്ടെ. അത് അപ്പൊ ഒരു പോയിന്റ്. എത്ര പോയിന്റ് ആയി? 2 2 പോയിന്റ്. എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ചിലപ്പോ ഷാരൂനും ഉണ്ടാവില്ല. ചേച്ചിക്കും ഓപ്പോൾക്കും ചിലപ്പോ കിട്ടും. ഗൈസ് ഞാൻ ഓക്കെ. എനിക്ക് കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുള്ളത് ഞാൻ പറയാം. ആ. ഒറ്റ അല്ല. സ്കൂളിൽ പോവാൻ മടിയുള്ള സ്കൂളിൽ അതെനിക്ക് ഓർമ്മയില്ല. അമ്മൂനെ മുളക് പൊടി വെച്ചാൽ അതെനിക്ക് ഓർമ്മയുണ്ട്. സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് ഓടി വന്നിട്ടുണ്ട് guys. റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ആ ഉണ്ട് അമ്മ എപ്പോഴും പറയും. അങ്ങനെ ഒരു കഥ ഞാൻ ഫസ്റ്റ് ഞാൻ മിന്നുന്റെ ഞാൻ കേട്ടിട്ടുള്ള മടിക്കഥ അമ്മൂന്റെ മാത്രമാണ്. കുട്ടിയുടെ അമ്മ പറയാറില്ലേ ശാന്തി തന്നെ കൊണ്ടുപോയി ഇവളെ അങ്ങനെ കേൾക്കാറില്ല. ഇവളെ പക്ഷെ തല്ലണ വെറൈറ്റി ഐറ്റംസ് ഒക്കെ എനിക്ക് അറിയാറുണ്ട്, ഓർമ്മയുണ്ട്. വീണ് മുട്ട് പൊട്ടിയ കഥ അമ്മ എപ്പോഴും പറയും. ആ. ഞാൻ ഇന്നലെ ഇവള് വീണ് കൈ ഒടിഞ്ഞാ തോന്നുള്ളൂ. അറിയാൻ വഴിയുള്ളൂ കേട്ടോ. 17. അമ്മ എനിക്ക് ആദ്യം ഇടാൻ വെച്ചിരുന്ന പേര്. ഞാൻ പറയാം. ആ. നിഹാര. അല്ല 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 നിഹാര അല്ല. എനിക്കറിയാം. ഇത്രയും ബുദ്ധി ഒന്നിച്ചിട്ടൊക്കെ ഇല്ല ഗൈസ്. ഇല്ല, എനിക്കറിയാം. അളകനന്ദ. അല്ല. നിഹാര ഒരു ഓപ്ഷനാണ്, പക്ഷെ അതിന് മുന്നേ ഒരെണ്ണം ഇടാനുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ലെറ്റർ N. അല്ല അല്ല എനിക്ക് അമിത, പറ. നീഷ്മ, നികിത, നിരഞ്ജന, നിവേദിത. നിഹാര. അതന്നെയല്ലേ നീ പറഞ്ഞു തെറ്റിച്ചത്. നിഹാൽ, നീലിമ. നീലിമ. തള്ളടവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത പേര് ഇത് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഉറക്കം. ഞാൻ പറയാം. ഷാരു ഉറക്കം. ഉറക്കം. ഞാൻ പറഞ്ഞു ഉറക്കം. പറച്ചിലടതൊന്നും ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഉറക്കം ചിരി. നീ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എനിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് മലയാളത്തിൽ പറയണേ. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങി പുലിമുരുകൻ ഇവിടെ ഞാൻ പുലിമുരുകൻ ഫസ്റ്റ് ചാടി പുലി വന്നപ്പോ പേടിച്ചെഴുന്നേറ്റത് ഞാനാണ് ഫസ്റ്റ് പറയാം. ഞാനാണ് പറയാൻ നിന്നത് ഇവിടെ. അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ടൈം ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയപ്പോ എന്താ ഇട്ട ഡ്രസ്സിന്റെ കളർ. അല്ല അല്ല നോക്കിയില്ല, അത് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാന് വൈറ്റും പിങ്കും. ഞാൻ വൈറ്റും പിങ്കും. സോറി നിന്നെ ഞാൻ കണ്ടില്ലടി. ഒരു ക്ലാരിഫിക്കേഷൻ. വൈറ്റും പിങ്കും അല്ല. അടുത്ത ആള് വൈറ്റും റാണി പിങ്കും.
ഒരു പൊന്നാ പിങ്കാണത്. അത് White and peach. photo ല് ഒരു peach പോലെയാണ് തോന്നി. വൈറ്റും പിങ്കാണത്. എല്ലാവർക്കും കളർ ബ്ലൈൻഡ്നെസ് ആണ് ഗൈസ്. വൈറ്റും പിങ്കും ഓഫ് വൈറ്റും പിങ്കും ഓഫ് വൈറ്റും മെറൂണും ആണ്. Peach ആ. എല്ലാവർക്കും കളർ ബ്ലൈൻഡ് ഇല്ല, ചിലർക്ക് മാത്രമേ ഉള്ളൂ. ഓഫ് വൈറ്റും പിങ്കും അപ്പൊ ആ ക്വസ്റ്റ്യൻ അസാധുവായി, തൽക്കാലം ഇപ്പൊ അത് വിട്ടു. കൂടെ നോക്കട്ടോ. നമ്മള് ലാസ്റ്റ് ടൈം ഫുഡ് കഴിക്കാൻ പോയപ്പോ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ഫുഡ് സ്പോട്ട് ഞാനുണ്ടായില്ല. ആരുടെ നോക്കി ഫസ്റ്റ്? മൈരട്ടി ബർഗർ, ദ ബർഗറി. യെസ്, ബർഗർ. ഞാനുണ്ടായി. ലാസ്റ്റ് ടൈം നമ്മള് ഫുഡ് കഴിക്കാൻ പോയപ്പോ ഞാൻ ബർഗറിയില് ഓർഡർ ചെയ്ത ബർഗറിന്റെ പേര് ആരാണ് ഫസ്റ്റ്? ഓപ്പോള്. അവരുടെ സിഗ്നേച്ചർ ബീഫ് ബർഗർ. ഞാനുണ്ടായില്ല. എന്നെ കൂട്ടാണ്ട് ഒരൊറ്റക്ക് പോയി. ഓക്കെ, അടുത്ത ഫസ്റ്റ്. ഓർമ്മയില്ലല്ലേ? ഓക്കെ, ഇത് അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ ഫസ്റ്റ് ടൈം സാരി ഉടുത്തത് എന്ന് ആരാണ് ഫസ്റ്റ്? രണ്ടുപേരും ഒരുമിച്ചാണ്. പറഞ്ഞു ഞാൻ വിട്ടെന്നിരിക്കും. എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു. ഫസ്റ്റ് സാരി ഉടുത്തല്ലേ കോളേജിലെ പരിപാടിക്ക് വേണ്ടിട്ട്. എന്ത് പരിപാടി? ഓണത്തിന് ബ്ലാക്ക് ഗോൾഡൻ കളർ ബോൾഡ് സാരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ശ്രദ്ധിച്ചോളേ. ഞാൻ ഫസ്റ്റ് സ്ലീവ്ലെസ് ഇട്ടതെന്ന് ഡേറ്റ് വേണ്ട, ഫംഗ്ഷൻ ഫ്രണ്ടിന്റെ കല്യാണത്തിന് എന്റെ സാരി എന്റെ ബ്ലൗസ്. ബ്ലാക്ക് സാരി അപ്പൊ എനിക്കാണ് വർക്ക്. ഡേറ്റ് പറഞ്ഞ പോളാ. സാരി വന്നേ അണ്ണാങ്കോടന്റെ തല ഫ്രണ്ടിന്റെ കല്യാണത്തിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത് എന്തിന്? ആരെ മുഖ്യ? ഷാരു. ഞാൻ പറയാം അപ്പൊ ബ്യൂട്ടി പ്രൊഡക്റ്റ്. ഇന്നും കൂടി ഒരു ഫോട്ടോ പക്ഷെ ചെരുപ്പിന്റെ ക്രേസ് ഈ അടുത്ത് വന്നതാണ് ബ്യൂട്ടി. പക്ഷെ കറണ്ട് ക്രേസ് ചെരുപ്പൊന്നും പറഞ്ഞു, പക്ഷെ കൈ വെക്കില്ല. എനിക്കറിയായിരുന്നു ചെരുപ്പ്. എനിക്കറിയാം. ഒരു ഫോട്ടോ ചതി. ഇതാണ് ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിച്ചോളണേ. ഫുള്ള് ചെരുപ്പ് വെച്ചിട്ട് അടുത്തത് നമ്മള് പണ്ടൊരു സ്റ്റോറി പറയായിരുന്നു. ആരെ കുറിച്ചാന്ന് ഞാൻ പറയല, പക്ഷെ എനിക്ക് ആ സ്റ്റോറി അറിയില്ല, എന്നാലും ഞാൻ തള്ളി പറിക്കാൻ പറയാം. ഗൈസ്, എന്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്തത് ക്യാമറമാൻ ചോദിക്കും, തീർന്ന് ഫിനിഷ്. എല്ലാരും ഉത്തരം പറയും. ഒരു ഡബിൾ കൊണ്ട് എടുത്തോളൂ. ഓക്കെ, ഇവളെ കുറിച്ച് ആൾക്കാർ ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞത് എന്ത് കാര്യത്തിനാ? ഷാരു. ഭയങ്കര ജാടാരോട് മിണ്ടൂല, അഹങ്കാരി. ആണോ? നീയാണ് പറയണ്ട, ഞാനല്ല. ശരിയാണോ അല്ലേന്ന്? പക്ഷെ അങ്ങനെ ഞാൻ പറയാം നമ്മളെ വീട്ടിലാണെങ്കിൽ ഇവള് മുന്നിലിട്ട് ഫുഡ് കഴിക്കണേ. ഇല്ല, പുറത്തുള്ളവരെ അഹങ്കാരി പറയാറുണ്ട്, ആരോടും മിണ്ടാറില്ല. ഇൻട്രോവേർട്ട് ആണ് ഗൈസ്. ഇൻട്രോവേർട്ട് അങ്ങനെ പറയപ്പെടുന്നു, പക്ഷെ മറ്റുള്ളവർ പറയുന്നത്. അവള് സ്വയം എന്താ പറയണേ? ആറ്റിറ്റ്യൂഡ് അല്ല, എനിക്ക് ആൾക്കാരെ കണ്ട സോഷ്യൽ ആങ്സൈറ്റി. അപ്പൊ എല്ലാരും ഒന്ന് കാണുമ്പോ ഒന്ന് മനസ്സിൽ പറയാ, കുട്ടിക്ക് സോഷ്യൽ ജാടയല്ല, ആൻസൈറ്റി ഇഷ്യൂസ് ആണ്. തെറ്റിദ്ധരിക്കരുത്. ഇവളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും നല്ല കാര്യം എന്താ? സെൽഫിഷ് അല്ല, അവള് സർക്കാസ് ഉദ്ദേശിച്ചാണത്. ഞാൻ പറയാ ഒരു മിനിറ്റ് നല്ല കിട്ടും, നല്ല കാര്യം. ഞാൻ പറയാ മിന്നു നല്ല അടുക്കോ
അടക്കവും ഒതുക്കുള്ള കുട്ടിയാണ് എന്നെ പോലെ അല്ല അവള് ഷാരുവിനെ വെച്ച് compare ചെയ്യുമ്പോ എന്നെ വെച്ച് കമ്പയർ കോമൺ ആയിട്ടുള്ള കാര്യം, കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. പാവം കുട്ടിയാണ്, വേറെ നല്ലതൊന്നും പറയാനില്ല. അങ്ങനെ നമ്മളെ കുറിച്ച് ആരെ കുറിച്ചാണ് നമ്മുടെ വീട്ടിൽ പൊക്കി പറയാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ഐ ആം ഹിയർ. നിന്നെ കുറിച്ച് അല്ല, ഇതിന്റെ ഉത്തരം അവക്കെല്ലാം അറിയുള്ളൂ. അവളെ കുറിച്ചല്ലേ പറഞ്ഞ, ഇവരല്ലേ പറയണ്ടേ? ഇവളെ കുറിച്ച് പറയണതാ. ഞാൻ പറഞ്ഞത് ഇതിനെ കുറിച്ച് നല്ല എന്താണ് ഇത് പറയാറുണ്ട്. ഷാരുവിനെ പോലല്ല. സൈലന്റ് ആണ്. പിന്നെ മന്ദബുദ്ധിയാണ്. അടുത്ത ക്വസ്റ്റിനെ അടുത്ത ക്വസ്റ്റിനെ ഇവളെ കുറിച്ചുള്ളത്, ഇവളെ ഏറ്റവും അധികം ഏതൊരു കാര്യത്തിനെങ്കിലും ബഹളം വെച്ചിട്ടുണ്ടാവും, ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് വൈൽഡായിട്ടുണ്ടാവും. അതെന്താ കാര്യം? നോർമലി അല്ലടി, അവൾ ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം വിഷുവിന്റെ ബിരിയാണി. ഞാൻ പറഞ്ഞുതരാം. ബിരിയാണി നല്ല രീതിക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ നല്ലൊരു കുക്കാണ്. വന്നിട്ട് പറഞ്ഞു അതിൽ വെള്ളം പോരാ, വെള്ളം ഒഴിക്കണം. ഞാൻ പറഞ്ഞു അത് കറക്റ്റ് ആണ്, വെള്ളം കറക്റ്റ് ആണ്. പക്ഷെ അവള് വീണ്ടും കൊണ്ട് വെള്ളം ഒഴിച്ചത് മറ്റേ പായസം പോലെ. ഒരാഴ്ച ഞങ്ങൾ മിണ്ടില്ല കഴിച്ചു, ഒരാഴ്ച ഞങ്ങൾ മിണ്ടാതിരുന്ന്. എന്നിട്ട് ഞാൻ അന്ന് വൈകിട്ട് മിഠായി ഉണ്ടാക്കിട്ട് ഫ്രിഡ്ജില് സെറ്റ് ആവാൻ വേണ്ടി എടുത്ത് വെച്ച് വന്ന് നോക്കുമ്പോ മിഠായി ഇല്ല. മിഠായി അത് വേറെ എന്റെ സ്വന്തം ചേച്ചി വഴക്കിട്ടിരുന്നിട്ട് നാട്ടിലാണ്ട് മിഠായി എടുത്ത് കഴിച്ചു. അത് ആരോ കൊണ്ട് വെച്ചാൽ ഞാൻ അടുത്ത് കഴിച്ചു. അന്ന് ആരായിരുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇരിക്കണം 4 പേരിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് അവൾ എന്തുത്തരം പറയും? അല്ല, അവളൊക്കെ പുറത്ത് പറഞ്ഞില്ലേലും ഞങ്ങക്കത് ഫീൽ ചെയ്യും. എനിക്ക് പുറത്ത് പറഞ്ഞില്ല. എല്ലാരും കൂടി ഇരിക്കുമ്പോ എനിക്ക് എല്ലാരും ഒരേപോലെയാണ്. അല്ല, എല്ലാരും കൂടി ഇരിക്കുമ്പോ അല്ലെങ്കിലോ? എല്ലാരും കൂടി ഇരിക്കുമ്പോ എല്ലാരും ഇതുപോലെയാണ്. ഒറ്റയ്ക്ക് ഇരിക്കണേ അത് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പറയാതിരിക്കണ്ട. സിബ്ലിംഗിനോട് ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ അല്ല, പക്ഷെ ഇവര് 4 പേരും എനിക്ക് ഒരേപോലെ. എന്നാലും എന്നോട് കുറച്ച് ഇവളെ ടെമ്പർ കയറ്റാനിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇവൾക്ക് മൂച്ച് കയറാൻ വേണ്ടി പറയാൻ പറ്റുന്ന ഒറ്റ സെന്റൻസ് എന്താ? ഒരു കാര്യം പറഞ്ഞാല് ഞാൻ പറയാ, പെട്ടെന്ന് ദേഷ്യം പറഞ്ഞ കാര്യല്ലേ, ചേച്ചിയുടെ ലിപ്സ്റ്റിക് ഞാൻ എടുത്ത്. അതല്ല, പിന്നെന്താണ്? എനിക്ക് റൂം വൃത്തിയായി ഇരിക്കണം എപ്പോഴും. അല്ല, എന്തെങ്കിലും ഒരു കാര്യം, അതായത് റൂം ഞാൻ ബെഡ്ഷീറ്റ് ചുളുങ്ങണതോ ബെഡിൽ ഒരു സാധനം വീട് വൃത്തികേടായി കിടക്കുന്ന ഇഷ്ടമല്ല. അതിന് എന്തെല്ലാം ഇവള് ഭയങ്കര ഹാപ്പി ആയിട്ട് വരുമ്പോ ഇവളെ മൂഡ് ഓഫ് ആക്കാൻ എന്ത് പറഞ്ഞാൽ മതി? അതെനിക്കറിയാം. എന്നെ അത്രേ ഉള്ളൂ. അവൻ പറഞ്ഞ കറക്റ്റ്. എഡിറ്റേക്കൻ ഡ്രസ് അത്ര പോരല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ അറിയാണ്ടൊരു സാധനം പറഞ്ഞു, ഇവള് ഡ്രസ് ഇട്ടണേ. ഞാൻ പറഞ്ഞു അത്ര പോരടി എന്ന് പറഞ്ഞു. കാകെ എനർജി പോയി. അതെന്നാ അവള് ഡ്രസ് തന്നെ മാറ്റി. അവൾ ഇന്റർവ്യൂവിന് പോയി നിൽക്കണേ. ഞാൻ പറഞ്ഞു എടി ഇത് അത്ര പോരാന്നുള്ളു. നമ്മള് പോയി മാറ്റി പോയി. എന്നിട്ട് ഇന്റർവ്യൂവിന് പോയില്ല. ഗിഫ്റ്റ് എന്താന്ന് പിന്നെ റിവീൽ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. Bye guys.
ഇത്രയുള്ളൂ ഗൈസ്. അറിയുന്നത് ആൾക്കാർക്ക് പറയും. അപ്പൊ ഗൈസ് എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നത് അമ്മു ചേച്ചിക്കാണ്. യെസ് പരസ്പരം അങ്ങനെ